ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ആരി വർക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് കാണിക്കുന്നത്, എങ്ങനെയാണ് ചെയ്യണേ, തുടക്കക്കാരൊക്കെ എങ്ങനെയാണ് ചെയ്യണേന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് ആരി ത്രെഡ്, പല നിറത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എത്രത്തോളം നമുക്ക് വേണം അതനുസരിച്ച് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്തിനെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് പിടിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ റിങ്ങിനകത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ച് ബോർഡിനകത്ത് ലൈനൊക്കെ വരച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അരിയ വർക്കൊക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ചെയ്യണ വർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സൂചി കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്തൊരു മടക്ക് പോലെയാണ് ഇരിക്കുന്നത്. നൂലും മുത്തൊക്കെ അതിലൂടെ കോർത്തെടുക്കാൻ പാകത്തിനുള്ളൊരു രീതിയിലായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ നൂല് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ തുടക്ക ഭാഗത്തൊന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തുടക്ക ഭാഗത്ത് ഇത്തിരി വലിയ കെട്ട് തന്നെ എടുത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ നൂലാണ് ആ സൂചി കൂടെ കോർത്ത് പുറത്തേക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ ആ കെട്ടടക്കം ഫ്രണ്ടിലോട്ട് പോരും. അപ്പോൾ ഇത്തിരി വലിയ നോട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ നീഡിൽ താഴേക്ക് മുകളിൽ നിന്ന് ഇറക്കി കൊടുക്കുകയും കേട്ടോ. എന്നിട്ട് ആ നീഡിലിൻ്റെ ആ ലൂപ്പ് പോലെ ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ആ നൂലിനെ നമ്മൾ കോർത്ത് വലിച്ചെടുക്കേണ്ട ചെയ്യുന്നത്. അപ്പോൾ അതേ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് വലിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ലൂപ്പായിട്ടായിരിക്കും കിട്ടണത്. ആ ലൂപ്പിനെ നമ്മൾ ഒന്ന് കോർത്ത് പിടിച്ചിട്ട് എവിടെയാണോ നമ്മൾ അടുത്ത സ്റ്റിച്ചിനായിട്ട് താഴ്ത്തി കൊടുക്കേണ്ടത് അവിടേക്ക് ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും വലിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് താനെ അത് ആ സൂചിയിൽ തന്നെ കോർത്ത് തന്നെ കിട്ടും കേട്ടോ. നമ്മൾ ആ വെച്ച് കൊടുത്താൽ മതി താഴെ നൂല് കറക്റ്റായിട്ട്. അപ്പോൾ ദേ നമുക്ക് മൂന്നാമത്തെ ഒരു സ്റ്റിച്ചും കൂടി താഴേക്ക് ഇറക്കിയിട്ട് ആ ഒരു നൂലിനെ കോർത്ത് വലിച്ച് പൊന്തിച്ചെടുക്കാം. അപ്പോൾ ദേ ഇതുപോലത്തെ വലിയ ലൂപ്പ് ചെറിയ ലൂപ്പൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള സൈസാക്കി എടുത്തതിന് ശേഷം ഓരോന്നായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ചെയിൻ സ്റ്റിച്ച് പോലെയാണ് നമ്മൾ ഇനി കാണുന്നത് ഇത് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുത്താൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഓരോ തുടക്കക്കാരും ചെയ്തെടുക്കണത് കേട്ടോ. കുറച്ചുകൂടി പ്രാക്ടീസൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളൊന്ന് താഴേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നൂല് കറക്റ്റായിട്ട് നമുക്ക് വലിച്ച് ആ സൂചിയുടെ ഉള്ളിൽ കൂടെ കോർത്ത് ഫ്രണ്ടിലോട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കെട്ടിടുന്നതും കൂടി ഒന്ന് കാണാം. അപ്പോൾ കെട്ടിടുമ്പോൾ 2-3 തരത്തിൽ ആരി വർക്കിന് കെട്ടിടാറുണ്ട്. അപ്പോൾ ദേ ഇതുപോലെ ഒന്ന് ലാസ്റ്റത്തൊന്ന് വലുതാക്കി പിടിച്ചിട്ട് ഒന്ന് താഴേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതിനെ ഒന്ന് വലിച്ചെടുത്തിട്ട് ആ ലൂപ്പിനെ ഒന്ന് കറക്കി തിരിച്ചിട്ട് ഉള്ളിലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് താഴേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. എന്നിട്ട് ഇതാ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയുണ്ടാവും. ശരിക്കും നമ്മൾ കറക്റ്റ് സൂചി വെച്ചിട്ട് കെട്ടണ വേറൊരു ടൈപ്പ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് കെട്ടിടാവുന്നതാണ് കേട്ടോ. സൂചി വെച്ചിട്ട് തന്നെ കോർത്ത് ഇതുപോലെ തന്നെ കെട്ടിടുന്നതുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മോട്ടീഫിനകത്ത് ഒരു ചെമ്പരത്തിയുടെ പടം വരച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ അതും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതേ കളറാണ് എടുത്തിരിക്കുന്നത്. വെച്ചിരിക്കുന്നതിൽ 3ാമത്തെ കളറാണ് എടുത്തിരിക്കുന്നത്. ഒരു കോപ്പർ കളറായിട്ട് വരുന്നതാണത്. അപ്പോൾ അത് നമുക്ക് എടുക്കാം കേട്ടോ. താഴെ ഞാൻ കെട്ടിട്ടതിന് ശേഷം ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സൂചി താഴ്ത്തി ഓരോ ലൂപ്പിലായിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ കുറച്ചധികം തവണ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടത് വലിക്കാനുള്ളത് കിട്ടും കേട്ടോ. നമ്മൾ സൂചി മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കി കൊടുക്കുമ്പോൾ നൂല് കറക്റ്റ് അതിലേക്ക് പോന്നോളൂ. അപ്പോൾ താഴെ ഭാഗം അത് അങ്ങനെ കാണിക്കാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടും ഭംഗിയായിട്ടും ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് ആരി വർക്കുകൾ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.